ഗൈസ് വെൽക്കം ബാക്ക്. കുറേ നാളിന് ശേഷമാണ് ഞാനൊരു വ്ളോഗ് ഇടുന്നത്. കാരണം വർക്ക് ലൈഫ് ബിസി ആയിരുന്നു, പിന്നെ പേഴ്സണൽ ലൈഫ് ബിസി ആയിരുന്നു. അപ്പം ഫൈനലി നമ്മളൊരു വ്ളോഗ് ഇടാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഇവിടെ ഒരു ആക്റ്റീവ 5Gയുടെ എൻജിൻ സെറ്റ് ചെയ്തിട്ട് നമ്മളെ വണ്ടിയിലോട്ട് കയറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പം കസ്റ്റമർ പറഞ്ഞു അതിൻ്റെ ഹാങ്ങർ ബുഷും കൂടെ മാറണമെന്ന്. അപ്പോൾ ഹാങ്ങർ ബുഷ് മാറാൻ കുറച്ച് ടാസ്ക്കാണ്. കാരണം നമ്മൾ ഹാങ്ങർ ബുഷ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് അടിച്ചിളകി കഴിഞ്ഞാൽ പ്രശ്നമാണ്, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ അലൂമിനിയം ബോഡിയാണ്. അപ്പോൾ ഹാങ്ങർ ബുഷ് ഇളക്കാനുള്ള ഒരു ഈസി ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? സോ ഗൈസ്, അപ്പോൾ ഇതാണ് സംഭവം. ഉദ്ദേശിക്കുന്നത് വേണ്ട പുതിയ ഹാങ്ങർ ബുഷ് ഇട്ടിട്ടാണ്. അപ്പോൾ ഇതാണ് മെയിൻ ആക്സിൽ സപ്പോർട്ട് ചെയ്യുന്ന ബുഷ്. അപ്പോൾ ഈ ബുഷ് ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടെ കണ്ട ചെറിയ പൊട്ടലുണ്ട്. ഇപ്പം ചെറുതായിട്ട് വണ്ടി ഓടുമ്പോൾ വൈബ്രേഷൻ വരും. ഓക്കെ, ഈ സൈഡിലെ ബുഷ് ആദ്യം മാറാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അതായത് ഒരു 12 വലിയ നീളമുള്ളൊരു ആക്സിൽ ബോൾട്ട് എടുക്കണം. ആക്സിൽ ബോൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡ് ബോൾട്ടോ എന്തെങ്കിലും നീളം ഉള്ളത് വേണം. അതിൽ ഇവിടെ ഈ സൈഡിൽ 21 mm സോക്കറ്റ് വെച്ചിട്ട് നമ്മളിതിനെ പുഷ് ചെയ്യണം. ഈ ഹാങ്ങർ ബോൾട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്നത് അത് കറക്റ്റ് ഈ 21 mm ബോക്സ് വന്നിട്ട് കറക്റ്റ് സൂട്ടാണ്. ഇത് 21 mm ആണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് 30 mm ബോക്സാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ബോൾട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ സോക്കറ്റ് ഈ ഹാങ്ങർ ബുഷിനെ തള്ളി ഈ 30 mm സോക്കറ്റിൻ്റെ അകത്ത് കൊണ്ടുവരും. അങ്ങനെ ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും. നമുക്ക് കൂടുതലായിട്ട് ഹാമർ ഇട്ട് അടിക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട. ഇത് പൊട്ടുമെന്നുള്ള പേടി വേണ്ട. ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് തരും. ഇതെങ്ങനെയാണെന്ന് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഈ സൈഡിലെ ബുഷ് ഇളകുന്ന വീഡിയോ എന്തുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇനി ഈ സൈഡുണ്ട്. അപ്പോൾ ഈ സൈഡ് കാണിച്ചു തരാം ഇളക്കുന്നത്. നിങ്ങൾക്ക് ഈ സെറ്റപ്പ് ഞാൻ സെറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. ഈ ബോൾട്ട് ആദ്യം ഈ 21 mm സോക്കറ്റിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഇടണം. എന്നിട്ട് ജസ്റ്റ് ഉള്ളിൽ ഉള്ളിലോട്ട് കയറ്റണം. എന്നിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ 31 mm സോക്കറ്റ് ഇടണം. ഒരു വാഷർ ഇടണം. ഈ വാഷർ മസ്റ്റാണ്, കാരണം ഫ്രീ ആയിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഈ ബോൾട്ട് ഈ 14 ഈ സൈഡിലുള്ള ബോൾട്ടാണ് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ളത്. ആദ്യം കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇമ്പാക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ്. ഓക്കെ, നമുക്ക് ഇളക്കി നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇമ്പാക്റ്റ് ആണ്. ഇതെൻ്റെ 500 mm ഇമ്പാക്റ്റ് ആണ്. ഇത് ഡോൺചെങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് കാറ് 4 വീലറുള്ള വരെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ കൂടിയാണിത്. നോക്കിക്കോ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഈ സോക്കറ്റ് അകത്തോട്ട് കയറണം. ഇളവി. അപ്പം ഇത്രയ്ക്ക് സിമ്പിളാണ് സാധനം. ഊരി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വന്ന് അപ്പോൾ ഈ സെറ്റപ്പ് നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് വരും. ഇനി നമ്മൾ ഈ പുതിയ ബുഷ് ഇടാൻ പോവാണ്. ജസ്റ്റ് ഈ പുതിയ ബുഷ് ഇവിടെ വെച്ചിട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തിരിച്ച് ആ സെറ്റപ്പ് തന്നെ യൂസ് ചെയ്തതിൻ്റെ അകത്തായിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ ഒന്ന് സെറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ട് അത് വെച്ചിട്ട് ആ സെറ്റപ്പ് വെച്ചിട്ട് മുറുകി കഴിഞ്ഞാൽ ഇത് സെറ്റാവും. ഇവിടെ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട. അപ്പോൾ ഇങ്ങനെ സേഫായിട്ട് നിങ്ങൾക്ക് ആക്റ്റീവയുടെ അതായത് എല്ലാ മോഡലും 3G 5G 110 പഴയ ആക്റ്റീവ എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ ഹീറോ പ്ലഷർ
എല്ലാത്തിലും ഈ ഹാങ്ങർ ബുഷ് ഉണ്ട്, ഇത് മാറാൻ പറ്റും. അപ്പം ഗൈസ്, ഇനി നമുക്കുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിന് ബോഡി ഇവിടെ ഇരിപ്പുണ്ട്, ഇതായിട്ട് മേറ്റ് ചെയ്യുക. പണി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ മെക്കാനിക്കൽ വീഡിയോസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കൂടുതൽ വീഡിയോ ഡിലേ ഇല്ലാതെ വരുന്നതായിരിക്കും. അപ്പോൾ ദിസ് ഇസ് മിഥുൻ സെയിങ് ചാവ്, ബൈ ബൈ.